എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിന്ന് ഗൗൺ ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റിഫ് നെറ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ സൈഡ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിൽ നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പീസ് ചെറിയ ഒരു പ്രിൻസസ് കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ലൈൻ കൊടുത്തേക്കുന്ന ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് സിബ് വെക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ സെക്കൻഡ് ലൈനിൽ നിന്ന് വേണം നമ്മളുടെ ഷോൾഡറും നെക്കും പിന്നെ ചെസ്റ്റും എല്ലാം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 6.25 കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ നെക്കിൻ്റെ വിഡ്ത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യണം. വൈഡ് നെക്ക് വേണ്ടവർക്ക് 3.5, 3.25 അങ്ങനെ കൊടുക്കാം. ഇനിയും ഒതുങ്ങിയ കഴുത്താണ് വേണ്ടതെങ്കിൽ 3, 3.25 അങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ചതുര ഷേപ്പിൽ വരച്ചെടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6.5 ഇഞ്ച് താഴേക്ക് താഴ്ത്തി വരച്ചിട്ട് ആ 6.5 വരുന്നിടത്ത് കൂടെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവുണ്ടല്ലോ 10 ഇഞ്ച്, അതൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കണം. അതൊരു ചതുര ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് അതിനുള്ളിൽ നമ്മുടെ ആം ഹോള് വരച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ടാണ് ചെയ്യുന്നത്. ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം. എന്നിട്ട് നമ്മളതൊന്ന് അളന്ന് നോക്കണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന്. ഇനി നമ്മുടെ ബോഡി ലെങ്ത്, ഇപ്പോൾ യോക്കിൻ്റെ ലെങ്ത് ഇവിടെ വരുന്നത് 15.5 അപ്പോൾ 1 ഇഞ്ചും കൂടെ ഞാൻ തയ്യൽ തുമ്പെല്ലാം കൂട്ടി 1 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 16.5 ഇഞ്ചിൽ ഇതേപോലെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 8.5 അപ്പോൾ 8.5യുടെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ടക്ക് മാർക്ക് ചെയ്യണം. ബാക്കിൽ നമ്മൾ ടക്ക് കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് പോകുന്നുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് 9.5 ഇഞ്ചിലേക്ക് വേണം സൈഡ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പാക്കിയിട്ട് താഴെവശം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ടക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4.5 ഇഞ്ചാണ് ഞാനിവിടെ അകലെ എടുക്കുന്നത്. അപ്പോൾ ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 4.5 ഇഞ്ച് നമ്മളിവിടെ താഴ്വശം മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്നിട്ടും 6 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സൈഡ് ചെയ്യുമ്പോഴും മാറിപ്പോകാതിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്ത വശം വേണം നമ്മളുടെ സൈഡിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ബാക്ക് പീസ് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ബാക്ക് പീസ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോളൊന്ന് ഈ അകത്തേക്കൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. എന്നിട്ട് ബാക്ക് ആം ഹോളിനേക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ട് മുകളിലേക്കൊന്ന് വരച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു പ്രിൻസസ് കട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേനും കുറച്ച് മെറ്റീരിയലിൽ വ്യത്യാസം വരും ബാക്കിനെക്കാട്ടിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ടക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ആദ്യം 11 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്നും 4.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കറിയാലോ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഒരു ഏകദേശ ഷേപ്പ് അറിയാലോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതുവഴി കട്ട് ചെയ്ത് പോകുന്നില്ല, ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ബാക്ക് ടക്ക് ഇടത്തില്ലേ, അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വശം താഴേന്ന് മുകളിലേക്ക് ആ പോയിൻ്റ് വരെ ഒരു ടക്കിട്ട് കൊടുക്കുക. മുകളിൽ നിന്നും അതേപോലെ മുകളിൽ 1/4 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ 2 സൈഡിലേക്കും പോയേക്കുന്നത്. എന്നിട്ട് 1/4 ഇഞ്ച് വെച്ച് താഴേക്ക് മാർക്ക് ചെയ്ത് വരിക, അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ താഴെ ഇങ്ങനെ ടക്ക് പോയി കഴിയുമ്പോഴത്തേനും
ഇങ്ങനെ ആ ഒരു സെക്കൻഡ് പാർട്ടുണ്ടല്ലോ അതിങ്ങനെ താഴേക്ക് ഒരു ഇത് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. നമ്മൾ ബാക്ക് പീസ് കർവ് ചെയ്തതിനേക്കാളും കുറച്ച് 1/2 ഇഞ്ചും കൂടെ മുകളിലേക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ല അവിടെ ഭയങ്കര ചുളുക്കമായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫ്രണ്ട് വശം ആ ഒരു ടക്ക് വരുന്നത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് ടക്ക് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കോണോട് തുണി മടക്കിയിട്ടുണ്ട്. ആദ്യം 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ കോണായിട്ടൊന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ഇതുണ്ട്, വേസ്റ്റ് എവിടെ കിട്ടുന്നതെന്ന് ഇങ്ങനെ നോക്കണം. 8.5 കറക്റ്റ് 8.5 തന്നെ നമുക്ക് കിട്ടിയാൽ മതി. കാരണം ക്രോസ് പീസ് അല്ലേ, ഇപ്പോൾ കുറച്ചൊരു വലിവ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. എന്നിട്ട് യോക്ക് ലെങ്ത് ഒന്ന് കുറച്ചിട്ട് ബാക്കി ഫുൾ ലെങ്തിൽ ബാക്കി എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ 37 ആണ് കിട്ടുന്നത്. അപ്പം ഈ 37 ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ആ 37 കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ഫുൾ ലെങ്ത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ ലെങ്തിൽ നിന്നും നമ്മുടെ യോക്ക് ലെങ്ത് കുറച്ചിട്ട് ആ ഒരു ലെങ്തിനെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ, കുറച്ച് ഭാഗം നമുക്കവിടെ മെറ്റീരിയൽ കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ബാക്കി വരുന്ന ആ ഒരു മെറ്റീരിയലിനെ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ചിട്ട്, ഇപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് ആ തയ്യൽ തുമ്പ് നമ്മൾ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് ഒരു ഇച്ചിരി ഒന്ന് കൂട്ടി ഒരു 1/2 ഇഞ്ചൊന്ന് മുകളിലേക്ക് കൂട്ടി കൊടുത്തിട്ട് ഇതേപോലെ വെക്കുക. ഞാൻ ടേബിളിൽ ഇട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ എനിക്കത് ഫുള്ളത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളിപ്പോൾ അംബ്രല്ല കട്ടൊക്കെ നിലത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന അതായിരിക്കും. ഇപ്പോൾ എൻ്റെ ടേബിൾ വലിയ കുഴപ്പമില്ലാതെ വീതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാട്ടോ നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലും നെറ്റ് മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ അതിലെല്ലാം ഈ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അതേസമയം 60 ഇഞ്ച് വീതിയിലുള്ള മെറ്റീരിയലാണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ പീസിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് വെച്ചിട്ട് നമ്മുടെ ക്രേപ്പ് മെറ്റീരിയലും നെറ്റിൻ്റെ മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രേപ്പ് വെച്ചിട്ട് നമ്മളിവിടെ നമ്മുടെ സ്കേർട്ട് പോർഷനും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നെറ്റിൻ്റെ പോർഷൻസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 12.5 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടണം. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം. ഇനി നമ്മുടെ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് 8.5 ആയിരുന്നു ആം ഹോള്. ആ 8.5-യിൽ നിന്നും 3.5 ഇഞ്ച് താഴേക്ക് താഴ്ത്തിയിട്ട് ഇതേപോലെ കർവ് ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തണം. എന്നിട്ട് ആ കർവിൽ ഒന്നും കൂടെ 8.5 ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മുടെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുണ്ട്, എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഈ വർക്കില്ലാത്ത ഭാഗമൊക്കെ വരുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നല്ല വൃത്തിക്ക് ഇത് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ക്യാൻവാസിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്തൊക്കെ അടയാളപ്പെടുത്തുക, നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം. എന്നിട്ട് ഇങ്ങനെ ആദ്യം ഒരു ചതുര ഷേപ്പിൽ വരച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് ചെയ്തെടുക്കാം. എൻ്റെ മഞ്ഞ ചോക്കായതുകൊണ്ട് ഇതിനകത്തൊന്നും തെളിയുന്നില്ല. അല്ലാതെ എനിക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് കാണാമായിരുന്നു കേട്ടോ. വീഡിയോയിൽ എനിക്കതൊട്ടും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇത് നമുക്കിഷ്ടം അനുസരിച്ച് നമ്മൾ നെക്ക് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. പിന്നെ 1 ഇഞ്ച് ഒന്ന് എക്സ്ട്രാ സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കണ്ട ഈ ഒരു ഷേപ്പിലാണ് നെക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിൻ്റെ പീസിലേക്ക് ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ബാക്ക് പീസും ഫ്രണ്ട് പീസും. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചീത്ത വശത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതറിയാലോ. എന്നിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് ക്രേപ്പിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസും. ഇപ്പോൾ ബാക്ക് പീസ് നമ്മൾ ലൈനിങ്ങെ മാത്രമേ ഓപ്പണായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി രണ്ട് ഭാഗവും അല്ലാതെ തന്നെ മടക്കി കട്ട് ചെയ്യുമായിരുന്നു. അത് ലാസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഇതേപോലൊരു പീസിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നടുക്കുവശം വരുന്നത് എവിടെയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ നെക്ക് നമ്മളൊരു പീസിലേക്ക് തയ്ച്ചല്ലോ, അപ്പോൾ അതിനെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ ആ സൈഡ് വഴി ഒന്ന് തയ്ച്ചെടുക്കുക. അതേപോലെ ബാക്ക് പീസും. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ചുമ്മാ ഒരു തുണി എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ മടക്കിയിട്ട് അവിടെ ഒന്ന് ഇതിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. എന്നിട്ടാണ് നമ്മളിവിടെ കൈത്തയ്യൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈത്തയ്യൽ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം ചെയ്ത് വെക്കുക. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, സൈഡ് വഴി സ്റ്റിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. കൈത്തയ്യൽ ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം, അത് നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എടുക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, എന്നിട്ട് അത് ഇതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ ഒരു രീതിയിൽ ടക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെയും ടക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്, ബാക്ക് പീസ് തയ്ച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രിൻസസ് കട്ടാട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് അവിടുന്ന് നമുക്കത് ഓപ്പൺ ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇതേപോലെ ഫ്രണ്ട് പീസ് എടുത്ത് ഇപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് എടുക്കുക, ഈ നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ മടക്കി വെക്കുക. എന്നിട്ട് ബാക്ക് പീസിലേക്ക് ഫ്രണ്ട് പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് ഫ്രണ്ട് പീസിൻ്റെ അവിടേക്ക് മടക്കി വെക്കുക. എന്നിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കണ്ടു ഇങ്ങനെ തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും ഈ നെക്കിൻ്റെ അവിടേക്ക് കാണത്തില്ല, ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ അതിരുന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ബാക്കിൽ നമുക്ക് സിബ് ഒന്ന് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ആദ്യം ഇതേപോലെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മുടെ സിബ് ഇതേപോലെ വെച്ച് വൺ സൈഡ് പ്രസ്സർ യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിബ് ഇതേണ്ട ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ താഴ്വശം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, രണ്ട് സ്ലീവിൻ്റെ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. അപ്പം നമ്മുടെ രണ്ട് സ്ലീവ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡ് തയ്ച്ചു കൊടുക്കണം, ഒരു സൈഡ് മാത്രം. ഞാനിവിടെ റൈറ്റ് സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത സൈഡ് നമ്മൾ സ്കേർട്ട് പോർഷന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. മുതിർന്നവർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിൽ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒരു സൈഡ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അതിൽ ഒത്തിരി കൺഫ്യൂഷനൊന്നും വേണ്ട, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇനി സ്കേർട്ട് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ആ ഒരു സൈഡ് കണ്ട് അത് ഓപ്പൺ ആയിട്ടുള്ള വശം കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്
ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴ്വശം ഇതേപോലെ മടക്കി ഒന്ന് തയ്ച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ക്രേപ്പും ലൈനിങ്ങും തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, അത് ഈ ഒരു രീതിയിൽ തന്നെ അതും തയ്ച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഞാൻ കാണിക്കാം എങ്ങനെയാണ് നമുക്ക്, കണ്ടോ. അപ്പോൾ ആദ്യം അവിടെ 2 പീസ് ഉണ്ടായിരുന്നു, അത് ആദ്യം ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്വശം തയ്ച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ 3 പീസ് ഇതേപോലെ വെക്കണം. ലൈനിങ് ആദ്യം, അതിൻ്റെ മുകളിൽ ക്രേപ്പ്, അതിൻ്റെ മുകളിൽ നല്ല പീസ്, ഇങ്ങനെ വെച്ചിട്ട് ഇത് 3ഉം കൂടെ തയ്ച്ചെടുക്കണം. അങ്ങനെ അത് 3ഉം കൂടെ ഒന്നിച്ച് വെച്ച് തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മുടെ യോക്ക് പീസ് ഉണ്ടല്ലോ, യോക്ക് പീസ് നമ്മൾ ഒരു സൈഡാണ് തയ്ച്ച് വെച്ചത് അല്ലേ. എന്നിട്ട് ബാക്കി ഇങ്ങനെ നീളത്തിൽ അന്നേരം കിട്ടും, അതിനെ ഇതേപോലൊന്ന് തയ്ച്ചങ്ങെടുക്കുക. അപ്പോൾ യോക്ക് പീസും സ്കർട്ട് പീസും കൂടെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് എങ്ങനെയാണ് വന്നേക്കുന്നതെന്നൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് അങ്ങ് തയ്ച്ച് പോയാൽ മതി. അപ്പോൾ അത് മുകളിൽ മുതൽ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കത്തില്ലേ, ആ ഒരു രീതിയിൽ അങ്ങ് തയ്ച്ചങ്ങ് പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ മുതിർന്നവർക്ക് തയ്ക്കുമ്പോഴത്തേനും ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നാൽ നമുക്കിത് വണ്ണമൊക്കെ ഈ ഒരു സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നെക്കൊന്ന് കൈതേലും കൂടി ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഗൗൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഗൗണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും തയ്ച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതേപോലെ സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിഫ് നെറ്റ് കൊടുക്കുന്നത് ലൈനിങ്ങല്ല കേട്ടോ. ലൈനിങ്ങിൽ ഇത് ഇതേപോലെ ഒരു പകുതി വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു ചെറിയ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.